ആഴ്ചകളായി തുടരുന്ന പ്രതിഷേധത്തിനൊടുവിലാണ് ബ്ലെയ്സ് കമ്പോറെ അധികാരമൊഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം പാർലമെന്റ് മന്ദിരം പ്രക്ഷോഭകർ അഗ്നിക്കിരയാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് പ്രസിഡന്റിന്റെ രാജി. 3 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് പ്രസിഡന്റ് ദേശീയ ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്ത വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. പുതിയ പ്രസിഡന്റ് അധികാരമേൽക്കുന്നതുവരെ സൈനിക മേധാവി ജനറൽ ഹൊണോറോ ട്രവോറിനാണ് ചുമതല. 27 വർഷമായി പ്രസിഡന്റായി തുടരുന്ന ബ്ലെയ്സ് കമ്പോറയുടെ രാജിയിൽ കുറഞ്ഞതൊന്നും അംഗീകരിക്കില്ലെന്ന നിലപാടിലായിരുന്നു പ്രക്ഷോഭകർ. അധികാരമൊഴിയില്ലെന്നും അടുത്ത വർഷം പുതിയ സർക്കാർ നിലവിൽ വരും വരെ തുടരുമെന്നും കമ്പോറോ ആവർത്തിച്ചിരുന്നു. എന്നാൽ സൈനിക ഇടപെടലിനെ തുടർന്നാണ് രാജിവെച്ചത്. 1987-ൽ അന്നത്തെ പ്രസിഡന്റ് തോമസ് സങ്കാരയെ വെടിവെച്ചു കൊന്ന് രാഷ്ട്രീയ അട്ടിമറിയിലൂടെയാണ് കമ്പോറോ ആദ്യമായി അധികാരത്തിലെത്തിയത്. പിന്നീട് 1991-ലും 98-ലും തെരഞ്ഞെടുപ്പിലൂടെ പ്രസിഡന്റ് പദത്തിലെത്തി. പ്രസിഡന്റിന്റെ രാജിക്കായി 2011-ൽ ആരംഭിച്ച പ്രതിഷേധമാണ് ഇപ്പോൾ വിജയം കണ്ടത്. ന്യൂസ് ഡെസ്ക് മീഡിയ 1.